പൗരന്മാരാണ്. അവർക്ക് ഈ രാജ്യത്തിൽ ജീവിക്കാനും ഈ രാജ്യത്തിൽ പഴയ്ക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശം നമ്മൾ വീണ്ടും അവർക്ക് കിട്ടണമെന്നാണ് നമ്മളുടെ വിശ്വാസം. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയും ഞാനും ഞങ്ങളുടെ ഉദ്ദേശം ഇത് മാത്രമാണ്, BJPയെ തോൽപ്പിക്കണം എന്ന്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 തവണ തിരുവനന്തപുരത്തിൽ BJP ആണ് 2ാം സ്ഥാനത്ത് വന്നത്. ഞാൻ അഭിമാനത്തോട് പറയുന്നു, 2 തവണ അവരുടെ വലിയ വെല്ലുവിളിയെ തോൽപ്പിക്കാൻ സാധിക്കും. എൻ്റെ സുഹൃത്തുക്കൾ LDFിനെ ഞാൻ നല്ലോണം ബഹുമാനിക്കുന്ന ഇഷ്ടപ്പെടുന്ന പനിയൻ സാറ്, അദ്ദേഹം പറയുന്നു അവർക്കാണ് തോൽപ്പിക്കാൻ സാധിക്കുന്നത്. പക്ഷെ നിങ്ങൾക്കറിയാം, 2 തവണ LDF 3ാം സ്ഥാനത്തിൽ എത്തിയ കാരണമാണ് എനിക്ക് അത്രത്തോളം ഒരു ആവശ്യം, ഈ BJP തോൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്തം എനിക്കും എൻ്റെ പാർട്ടിക്കും ഏറ്റെടുക്കാൻ ആവശ്യം. എൻ്റെ ഘടകകക്ഷി CP ജോണപ്പൻ നിൽക്കുന്നുണ്ട്. എല്ലാ ഇന്ത്യ മുന്നണി ഘടകകക്ഷികൾ, UDF ഘടകകക്ഷികൾ കേരളത്തിനകത്ത് എന്തായാലും ഞങ്ങളുടെ വിശ്വാസം ഇതാണ്. എനിക്കൊരു ചെറിയൊരു അതിശയം തോന്നിയത് ഈ തെരഞ്ഞെടുപ്പിൽ, ഞാൻ എല്ലാ സ്റ്റോപ്പിലും, എല്ലാ ജംഗ്ഷനിലും, എല്ലാ പ്രസംഗത്തും BJPയെതിരെ സംസാരിക്കുമ്പോഴും BJPയെ തോൽപ്പിക്കാൻ വേണ്ടി സംസാരിക്കുമ്പോഴും നമ്മൾ LDF സ്ഥാനാർത്ഥികൾ ഇവിടെ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിൽ അവരുടെ പ്രചരണത്തെക്കുറിച്ച് ഞാൻ കേട്ടപ്പോൾ എൻ്റെ എതിര് മാത്രമേ പ്രചരണം ഞാൻ കേട്ടുള്ളൂ. BJP സ്ഥാനാർത്ഥിയോ BJP ദുർഭരണമോ BJP സർക്കാരിൻ്റെ എതിരെ ഒരു വാക്ക് ലെഫ്റ്റിൻ്റെ വാക്കെന്നോ ലെഫ്റ്റ് സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിൽ ഞാൻ കേട്ടില്ല. നിങ്ങൾ എന്നെക്കാട്ട് കൂടുതൽ അവരെ കാണാൻ സാധിച്ചിട്ടുണ്ടാകും. നിങ്ങൾക്ക് വേറെ വല്ല വാർത്ത അറിയിച്ചാൽ മതി. അപ്പോൾ ഞാൻ BJPയെ തോൽപ്പിക്കാൻ ഇറക്കുന്നൊരു സമയത്തിൽ LDFകാർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ആക്ഷേപിക്കാൻ മാത്രം ഇറങ്ങുമ്പോൾ അത് ഒരു അതിശയപ്പെടുന്നൊരു കാര്യമാണ്. അതിൻ്റെ ഉദ്ദേശമോ അർത്ഥമോ കാരണമൊന്നും ഞാൻ പറയാൻ എനിക്കറിയില്ല. പക്ഷെ ഇതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഒരേ സമയത്ത് BJPയും എൻ്റെ എതിരാണ് അവരുടെ 100% പ്രചരണം. LDF സ്ഥാനാർത്ഥിയുടെ LDF സർക്കാരിൻ്റെ എതിരോ LDFിൻ്റെ എതിരോ ഒരു വാക്ക് അവർ പറഞ്ഞിട്ടില്ല. ഇതെന്താണ്, ഒരു ഫ്രണ്ട്ലി മാച്ചാണോ നടക്കണം മറ്റേ 2 എതിരാളികളുടെ ഒപ്പം എന്നൊരു ചോദ്യമാണ്. ഞാനൊരു ക്രിക്കറ്റ് കളിക്കാരനോ ക്രിക്കറ്റ് പ്രേമിയായിട്ട് ചോദിക്കുന്നത് മാത്രമല്ല, നമുക്ക് ആവശ്യമുള്ളത് ഒരു ഫ്രീ ആൻഡ് ഫെയർ മാച്ച്. അതിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാനിവിടെ വന്നു, എൻ്റെ രാഷ്ട്രീയ നിലപാട് നേരിട്ട് നിങ്ങളോട് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനും വോട്ട് ചെയ്ത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട തിരുവനന്തപുരം നിവാസികളുടെ വോട്ട് അഭ്യർത്ഥിച്ചത്. അതോടെ ഞാനിപ്പോൾ വോട്ട് ചെയ്തിട്ട് ഇറങ്ങുന്നു. ചോദ്യങ്ങളുണ്ടെങ്കിൽ 1-2 ചോദ്യം. ഒന്നും കേട്ടില്ല, സോറി. BJPയെ തോൽപ്പിക്കാൻ ഒരു ക്രോസ് വോട്ടിങ്ങോ, ഞാൻ അത് ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ഞാൻ ഇതുവരെ കേൾക്കുന്നത് ലെഫ്റ്റിൻ്റെ ആൾക്കാർ അപ്പം എന്നെയാണ് എതിരിക്കുന്നത്, BJP എന്നെ എതിരിക്കുന്നത്. അപ്പോൾ അവർ തമ്മിൽ ഒരു ക്രോസ് വോട്ടിംഗ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് എനിക്കറിയില്ല. I am asking a question as to whether this is a friendly match, because the fact is that we have never heard a single criticism of the BJP from the LDF campaign, and we have not heard a single criticism of the LDF from the BJP campaign. Both have trained their guns on me. Their invective, their campaign has been directed solely against me. I am perfectly willing to take it, but certainly it raises some legitimate questions. We are here because we want to change the government in Delhi. I have made no bones about that. As a Congress candidate, at every junction, at every stop, I have repeatedly made the point that as far as I am concerned, this is an election far greater than my own future. It is about India's future. It is about changing the government in Delhi. That's what we are here to do. We are here to restore democracy, restore a faith in diversity, restore India's pluralism, and restore for the first time the country that most of us grew up in and took for granted until these 10 years have veered it in a very different direction. A country free of communalism, a country free of the kind of bitterness, hatred and unpleasant invective that has dominated our political discourse for the last few years. That's what I'm fighting for. The left claims they're so critical of BJP, but they've never said a word against the BJP. That's the only question I was asking. Why not? Well, I would never claim that we can come close to the BJP in the resources made available to our respective parties. But my party has done its best to get the message out as widely as possible.
And I have traveled to every nook and cranny of the constituency, not only over the last 15 years, but also in the course of this campaign. And I believe that people have seen what we have to say. Thank you. ജനങ്ങൾക്ക് കേറാനും ഇറങ്ങാനും ബുദ്ധിമുട്ടുണ്ട്. തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ശശി തരൂരാണ് മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, അതായത് തനിക്ക് തൻ്റെ ഭാവിക്ക് വേണ്ടിയല്ല, ഇന്ത്യയുടെ ഭാവിക്ക് വേണ്ടിയാണ് താൻ മത്സരിക്കുന്നത്. അതിനുവേണ്ടിയാണ് കോൺഗ്രസ് അടക്കം പ്രവർത്തിക്കുന്നത്. 10 വർഷത്തോളം BJP യുടെ പ്രവർത്തനം അല്ലെങ്കിൽ NDA കക്ഷിയുടെ പ്രവർത്തനങ്ങൾ